ഹലോ ഗായ്സ്, MS എക്സലിന്റെ 15ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്രോസിനെ കുറിച്ചാണ്. അപ്പോൾ മാക്രോസിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ തൊട്ട് മുന്നേ ആസ് യൂഷ്വലി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. മാക്രോസ് ഉപയോഗിച്ച് ചെയ്തൊരു എക്സാമ്പിൾ, അതിനുശേഷം മാക്രോസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് മാക്രോസ് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു എക്സാമ്പിൾ. ഇതിൻ്റെ ID നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി ഉണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റയിൽ നിന്ന്, ഇതൊരു മെയിൻ ഷീറ്റാണ്, ഈ ഒരു ഡാറ്റയിൽ നിന്ന് എനിക്ക് അടുത്തൊരു ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ഡാറ്റ പോകണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആളുണ്ട്. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടാൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അവർ രണ്ടാളും ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു മോഹൻ എന്ന പേരുള്ള ആളെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആക്കുന്നു. ഓക്കെ, എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. മോഹൻ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വിനീത് എന്നുള്ള ആളെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും ആളെ എടുക്കുന്നു. അപ്പോൾ വിനീത് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ അതിന് കണക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. ഇവിടെ ഇപ്പോൾ ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ആഡ് ചെയ്ത് വരുന്നുണ്ടോ. ഇനി വേറെ ഷീറ്റിൽ അതേപോലെ തന്നെ നമുക്ക് മാനേജ്മെന്റ് വേണ്ടിക്ക് മാനേജ്മെന്റ് ചെയ്യാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് പല സ്ഥലത്തും ആക്ച്വലി യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് മെയിൻ ഡാറ്റ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ അടുത്ത ഒരു ഷീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പർട്ടിക്കുലർ ഐറ്റംസ് മാത്രം അടുത്ത ഷീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാക്രോസ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാക്രോസ് നമുക്ക് പിന്നെ ചെയ്യാം. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാക്രോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മാക്രോസ് കാര്യങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന് ആ ഒരു കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാക്രോസ് എന്താണ് ഒരു ഷോർട്ട് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ മാക്രോസ് എന്ന് പറഞ്ഞാൽ മാക്രോസ് ആർ പീസ് ഓഫ് കോഡ് റിട്ടേൺ ഇൻ വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ. അതായത് VBA പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു പീസ് ഓഫ് കോഡാണെന്ന് നമുക്ക് പറയാം മാക്രോസിന്. ഓക്കെ, അത് മാക്രോസ് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി റെക്കോർഡ്. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാക്രോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മാക്രോസ് എല്ലാം റൈറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് VBA. ഓക്കെ, ഇപ്പോൾ VBA ഈസ് ആൻ എഡിറ്റർ എന്ന് പറയുന്നത്. VBAയിലാണ് നമ്മൾ ഈ മാക്രോസിന്റെ കാര്യങ്ങൾ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, VBA ഈസ് എ പാർട്ട് ഓഫ് എക്സൽ പ്രോഗ്രാമിംഗ്. അത് ഈ ഒരു VBA ഈ ഒരു എഡിറ്റർ നമ്മൾ ഈ ഒരു എക്സൽ പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അതിനെ ഒറ്റയ്ക്ക് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു VBAക്ക്. ഓക്കെ, ഈ VBA അതായത് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ, VBA ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട് VBA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാമെങ്കിൽ ഒരു പാർട്ട് ഓഫ് പ്രോഗ്രാമാണ്. അത് എക്സലിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. VBA വേറെയാണ്, വിഷ്വൽ ബേസിക് വേറെ തന്നെ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് VBA ആണ്, വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ആക്ച്വലി കോമൺലി ഈ മാക്രോസ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി മാക്രോസ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ എക്സാമ്പിൾ ഓൾറെഡി കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ മാസത്തിൽ നമ്മൾ ആൾക്കാരെ ആഡ് ചെയ്ത് പോകുന്നത്, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നൊരു ടാസ്ക് ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് അത് ആണെന്ന് വിചാരിച്ച് നമുക്ക് അതിന് കണക്കായിട്ട് ഈ ഒരു ഓട്ടോമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മാക്രോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം പുതിയ ഫോർമുല റൈറ്റ് ചെയ്യുന്നു വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം ഓട്ടോമേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം അതായത് മാക്രോസ് മെയിൻലി വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ഓബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ്. അതായത് എക്സലിലുള്ള ഓരോ ഓബ്ജക്ട്സിന് കൺസേൺ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എക്സലിൽ ഏത് രീതിയിലും വർക്ക് ചെയ്യാം. അതായത് വർക്ക് ബുക്കിനെ കോൾ ചെയ്യാനോ, അല്ലെങ്കിൽ സെൽസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ചാർട്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാക്രോസിന് സാധിക്കും. ഓക്കെ, അതായത് മാക്രോസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ പീസ് ഓഫ് റിട്ടൺ കോഡ്. ഓക്കെ, അതായത് ഈ ഒരു കോഡ് റൈറ്റ് ചെയ്യുന്നത് നമ്മൾ വിഷ്വൽ ബേസിക് അതായത് VBA എഡിറ്റർ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഈ മാക്രോസിന്. ഓക്കെ, ഇപ്പോൾ മാക്രോസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ബൈ ഡീഫോൾട്ട് ചിലപ്പോൾ ഇതെല്ലാം ഇനാക്റ്റീവ് ആയിരിക്കും. നമുക്കത് ആദ്യം ഈ കാര്യങ്ങളെല്ലാം എനേബിൾ ആക്കണം. ഓക്കെ, മാക്രോസ് എനേബിൾ ആക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ജസ്റ്റ് കാണിക്കാം മാക്രോസിൻ്റെ കാര്യങ്ങൾ. മാക്രോസ് എനേബിൾ ആക്കിയാൽ മാക്രോസും ഈ ഡെവലപ്പർ ടാബ് എന്നുള്ള ടാബ് ഉണ്ട്. നമ്മളിവിടെ കണ്ടോ, മുകളിൽ കണ്ടോ, പേജ് ലേഔട്ട്, ഫോർമാറ്റ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഡെവലപ്പർ എന്നുള്ള ടാബ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബൈ ഡീഫോൾട്ട് അത് കാണിക്കണമെന്നില്ല. നമ്മളത് ഫയൽ ഓപ്ഷൻസ് പോയിട്ട് ഡെവലപ്പർ ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആക്കണം. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ മാക്രോസ് എനേബിൾ ആക്കണം. ഓപ്ഷൻസ് പോയിട്ട് മാക്രോസ് എനേബിൾ ആക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് മാക്രോസിൻ്റെ കാര്യങ്ങൾ ഇവിടെ കണ്ടോ, റെക്കോർഡ് മാക്രോസ് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ എനേബിൾ ആക്കുന്ന കാര്യങ്ങൾ ആദ്യം പറയട്ടെ. ഓക്കെ, മാക്രോസ് എങ്ങനെയാണ് എനേബിൾ ആക്കുന്നത്, ഡെവലപ്പർ ടാബ് എങ്ങനെ വരുത്തുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം കാണിക്കാം. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഡെവലപ്പർ ടാബ് എങ്ങനെ ആക്റ്റീവ് ആക്കുമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവാം, മോറിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കസ്റ്റമൈസ് റിബൺ എന്ന് കൊടുക്കും. അവിടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ യൂഷ്വലി ടാബ്സ് ഓരോ ടാബ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഡാറ്റ. ഓക്കെ, ഇവിടെ ഡെവലപ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട്
ഓക്കെ കൊടുക്കും. അപ്പോൾ ഡെവലപ്പർ ടാബ് ഇവിടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഫയൽ വീണ്ടും പോയിട്ട് നമ്മൾ പോവുക, ഓപ്ഷൻസ് പോയിട്ട് നമ്മൾ യൂഷ്വലി മാക്രോസ് ഇപ്പം ഡിസേബിൾ ആയിട്ടുണ്ട്. അവിടെ ട്രസ്റ്റ് സെൻറ്ററിൽ പോയിട്ട് ട്രസ്റ്റ് സെൻറ്റർ സെറ്റിങ്സ് പോവുക. അതിനുശേഷം ഇവിടെ കണ്ടോ ഡിസേബിൾഡ് ഓൾ മാക്രോസ് വിത്തൗട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ അത് മാറ്റിയിട്ട് എനാബിൾ ഓൾ മാക്രോസ് നോട്ട് റെക്കമെൻഡഡ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ എനാബിൾ ആക്കേണ്ടത്. എനാബിൾ ഓവർ മാക്രോസ് എന്ന് കൊടുക്കും. എന്നിട്ട് ഓക്കെ കൊടുക്കും. ഇത് കൊണ്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, മാക്രോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് മാക്രോസ് എനാബിൾ ചെയ്തു, പിന്നെ ഡെവലപ്പർ ടേബിൾ എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ ഞാൻ ചെയ്ത മെത്തേഡാണ്. വേറെയും മെത്തേഡ്സ് ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കോഡും കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതായത് മെയിൻ ഷീറ്റിലുള്ള ഡാറ്റ ഒന്ന് ജസ്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഒന്ന് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ഒന്ന് എടുക്കുന്നു. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അത് കിട്ടും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ പേര് ഈ ഒരു ഷീറ്റിൻ്റെ പേര് പ്രൊഡക്ഷൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെയും പോയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ അല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ നമ്മൾ ഈ ഒരു ഡാറ്റയും ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഷീറ്റ് ഫുൾ മെയിൻ ഡാറ്റയും കൂടി ഒന്ന് ലിങ്ക് ചെയ്യണം. ഇതിന് സിമ്പിളായിട്ട് പറയാം, എല്ലാവരും സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇതൊക്കെ, കാരണം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് ഈ ഒരു ഡാറ്റ ആ മെയിൻ ഡാറ്റയും നമ്മൾ ലിങ്ക് ചെയ്യണം. അത് ഈ ഒരു ടേബിളും മെയിൻ ഡാറ്റയും നമ്മൾ ലിങ്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഷീറ്റ് എടുത്ത് ഈക്വൽ ടു കൊടുത്തിട്ട് മെയിൻ ഡാറ്റ ഒന്ന് ലിങ്ക് ചെയ്യുന്നു. അത് ഇതാണ് മെയിൻ ഡാറ്റ ഒന്ന് ലിങ്ക് ചെയ്യുന്നു. എന്നിട്ട് ആടുന്ന ടെസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ ഡാറ്റയും വരുത്തിക്കുന്നുണ്ടോ. അതായത് ചുരുക്കം പറഞ്ഞാൽ മെയിൻ ഡാറ്റയിൽ നിന്ന് എന്ത് എഡിറ്റ് ചെയ്താലും ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ, ഈ ഒരു ഡാറ്റ ഓൾറെഡി വന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ ഓട്ടോമാറ്റിക്കലി വരേണ്ടത്. ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോ ഡിലീറ്റ് ചെയ്തോ അങ്ങനെ ക്ലിയർ ആയിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് സോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബേസിക്കലി ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡാറ്റ ടാബ് പോയിട്ട് നമ്മൾ അഡ്വാൻസ് ടാബ് പോയിട്ട് നമ്മൾ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ഫിൽറ്ററിൻ്റെ. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ ഈ ഒരു ടേബിളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ ക്രൈറ്റീരിയ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്രൈറ്റീരിയ എന്താണ് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യണം അല്ലേ. ഇതിപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് ആയിരിക്കണം, അതിൻ്റെ ഡാറ്റ മാത്രം വരണം. ആ ഒരു ക്രൈറ്റീരിയ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു കാര്യം ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇടുന്നു. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് വരേണ്ടത്, ഫിനാൻസിന് പകരം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പേരൊന്ന് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെവലപ്പർ ടാബ് പോയിട്ട് ഒന്ന് ഡിസൈൻ മോഡിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഡിസൈൻ മോഡിലേക്ക് കൊടുത്താൽ ടേൺ ഓൺ ഓർ ഓഫ് ഡിസൈൻ മോഡ് എന്ന് കൊടുത്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ഡിസൈൻ മോഡിൽ ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം എനിക്കിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ അല്ല വരേണ്ടത്, ഈ ഒരു പ്രൊഡക്ഷൻ്റെ. അതിന് വേണ്ടിയിട്ട് ഞാൻ അഡ്വാൻസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് ഫിൽറ്റർ ഓണാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാക്രോസ് ഉണ്ടോ, റെക്കോർഡ് മാക്രോസ്, ആ ഡെവലപ്പർ ടാബ് പോയിട്ട് റെക്കോർഡ് മാക്രോസ് ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മാക്രോൻ്റെ പേരൊന്നും നമുക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ മാക്രോ 3 അല്ലെ പ്രോഡക്റ്റ് എന്ന് കൊടുക്കാം. ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റ് എന്ന് കൊടുക്കാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രോഡക്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ വേറെ വട്ടം മാറിയിട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിലവിലൊന്നും ചെയ്യണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്രോസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇനി എന്ത് ചെയ്താൽ അത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഡാറ്റ ടാബ് പോയിട്ട് ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റയാണ് വേണ്ടത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട്. അപ്പം അഡ്വാൻസ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിൽ വിചാരിക്കണം ഈ ഒരു കാര്യം മെയിൻ ഡാറ്റ എന്നുള്ള ഡാറ്റ ഇവിടെ വന്നിട്ടുള്ളത്, അതിന്ന് കംപ്ലീറ്റ് ആ ഒരു ഡാറ്റ പർട്ടിക്കുലർ ഡാറ്റ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്രൈറ്റീരിയ കൊടുക്കുക. ക്രൈറ്റീരിയ എവിടെയാണ് കൊടുക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ, ഇത് 2 സെലക്ട് ചെയ്യാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം. എന്നിട്ട് കോപ്പി ചെയ്ത് ലൊക്കേഷൻ അതൊന്നും കൊടുക്കുന്നു വേണ്ട, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് യുണീക്ക് റെക്കോർഡ്സ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലീറ്റ് ഡാറ്റ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ നമ്മൾ അഡ്വാൻസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതിനുശേഷം ചെയ്യേണ്ടത് എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ ഡെവലപ്പർ ടാബിൽ പോയിട്ട് ഈ മാക്രോസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റോപ്പ് കൊടുക്കാം. അപ്പോൾ മാക്രോസ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സാധനം ഈ ഒരു ഞാനിപ്പോൾ അഡ്വാൻസ് ഫിൽറ്റർ എന്നുള്ള യൂസേജ് അത് ഓട്ടോമാറ്റിക് ഈ ഒരു റെക്കോർഡ് നമ്മൾ മാക്രോസിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ പോയാൽ കാണാം, ഉണ്ടോ പ്രോഡക്റ്റ് എന്നുള്ള കാര്യത്തിൽ പേരിൽ വെച്ചിട്ട് അത് റെക്കോർഡ് ആയിട്ടുണ്ട് ഈ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ചെയ്ത ആളുടെ അവിടെയുണ്ട്. പക്ഷേ ഇനി നമുക്കെന്താ വേണ്ടത്, ഈ റെക്കോർഡ് ചെയ്ത കാര്യം എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇനിയിപ്പം ഇവിടെ ഫുൾ ഡാറ്റ പോയിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വിനീതിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആക്കി. പക്ഷെ എന്നാലും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകില്ല. നമുക്കെന്താ വേണ്ടത്, ഈ ഒരു അഡ്വാൻസ് ഫിൽറ്ററിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അല്ലേ.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാക്രോ യൂസ് ചെയ്തത്. ഓക്കെ, അത് ഈ അഡ്വാൻസ് ഫിൽറ്റർ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക്കലി വരില്ല. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു സാധനത്തിന് റിപ്പീറ്റ് ചെയ്യണം, ഈ ഒരു അഡ്വാൻസ് ഫിൽറ്ററിൻ്റെ യൂസേജിന് റിപ്പീറ്റ് ചെയ്യണം. ഇനി എനിക്ക് ആ ടാസ്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മാക്രോ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന റിപ്പീറ്റേറ്റീവ് ടാസ്കിന് വേണ്ടിയിട്ടാണ് അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ് ഈ ഒരു മാക്രോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ആ ഒരു ടാസ്ക്, ഈ അഡ്വാൻസ് ഫിൽറ്ററിൻ്റെ ടാസ്ക് റിപ്പീറ്റ് ചെയ്യണം. അത് ഓൾറെഡി ഞാൻ ഈ ഒരു മാക്രോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ആ മാക്രോ തന്നെ കോൾ ചെയ്താൽ മതി. ഓക്കെ, അത്രേ ചെയ്യണ്ടോ. ഈ കാര്യങ്ങൾ ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ വന്നു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം, ഡെവലപ്പർ ടാബ് പോവാം. അതിനുശേഷം വിഷ്വൽ ബേസിക് എന്നുണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. വലിയ കോഡും കാര്യങ്ങളിലുള്ള സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറയും. ഈ ഒരു സൈഡിൽ ഈ ഒരു വിഷ്വൽ ബേസിക് എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിൽ പോയാൽ കണ്ട് 2 മോഡ്യൂൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാണ്. മാക്രോ 1 എൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഫിനാൻസ് എന്നെല്ലാം കണ്ടോ, ആക്റ്റീവ് സെൽസ്. അവിടെ പോലെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം, ഈ കോഡൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡാണ്. നമ്മൾ മാക്രോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു VB പ്രോഗ്രാമിംഗ് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി മോഡ്യൂൾ 2 നോക്കിക്കോ, നമ്മളിപ്പം ചെയ്ത് വെച്ച കാര്യം. ഓക്കെ, നമ്മളിപ്പം പ്രോഡക്റ്റ് എന്നുള്ള പേരിലാണ് മാക്രോ സ്റ്റാർട്ട് ചെയ്തത്. പ്രോഡക്റ്റ് മാക്രോ ഉണ്ടോ, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ ചെയ്തത്, പ്രോഡക്റ്റ് മാക്രോ എന്താ ചെയ്തത്, അഡ്വാൻസ് ഫിൽറ്ററിനെ എടുത്തു. എന്നിട്ട് ഇന്ന റേഞ്ചെല്ലാം കണ്ടോ, കുറേ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, വേറെ കുഴപ്പമില്ല. അത് ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷീറ്റ് കണ്ടോ, ഈ ഒരു ഷീറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഷീറ്റിലേക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജനറൽ നിന്ന് മാറ്റിയിട്ട് വർക്ക് ഷീറ്റ് കൊടുക്കും. ആ ഒരു പർട്ടിക്കുലർ വർക്ക് ഷീറ്റിലാണല്ലോ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു സെലക്ഷൻ ചേഞ്ച് ഉണ്ട്, സെലക്ഷൻ ചേഞ്ച് മാറ്റിയിട്ട് ഒന്ന് ആക്റ്റീവ് കൊടുക്കും. അതായത് ഈ ഒരു വർക്ക് ഷീറ്റ് ആക്റ്റീവ് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കേണ്ടത്, സിമ്പിൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു കോഡ് ടൈപ്പ് ചെയ്യാം. കോൾ എന്ന് കൊടുക്കും, കോൾ സ്പേസ് എന്നാൽ ഈ ഒരു നമ്മളെ മാക്രോൻ്റെ പേര് പ്രോഡക്റ്റ് എന്നല്ല കൊടുത്ത് PRODUCT. ഓക്കെ, പ്രോഡക്റ്റ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് എന്ന പേര് കൊടുത്തത്. അപ്പം പ്രോഡക്റ്റ് എന്ന പേര് കൊടുക്കുക, കോൾ പ്രോഡക്റ്റ്. സിമ്പിൾ. ആ ഒരു മാക്രോസിനെ നമ്മൾ കോൾ ചെയ്യാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, കോൾ പ്രോഡക്റ്റ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അതായത് ചുരുക്കം പറഞ്ഞാൽ ഷീറ്റ് 4 വന്ന് ഷീറ്റിൻ്റെ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു കോൾ പ്രോഡക്റ്റ് എന്നുള്ള മാക്രോ നമ്മൾ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യുന്നു, എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ മോഡ് ഒന്ന് ഡീആക്റ്റീവ് ചെയ്യുന്നു. ഡിസൈൻ മോഡ് മാറ്റിയിട്ട് സാധാരണ ഒരു മോഡിലേക്ക് വരുന്നു. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റത്തെ മെയിൻ ഷീറ്റിലേക്ക് തന്നെ പോകുന്നു. ഇനി മെയിൻ ഷീറ്റിൽ പോയിട്ട് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര്, എൻ്റെ വൈശാഖ് മോഹൻ എന്നുള്ള എൻ്റെ പേര്. അപ്പം എൻ്റെ പേരിൻ്റെ മേലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ പ്രൊഡക്ഷൻ എന്ന് കൊടുക്കുന്നു. പ്രൊഡക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ പേര് ആഡ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. എൻ്റെ പേര് വീണ്ടും ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ കൊടുക്കുന്നു, ഫിനാൻസ് കൊടുക്കുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പോയി കാണുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ചെയ്യും. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഷീറ്റ് എടുക്കുമ്പോൾ, അതായത് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഷീറ്റ് എടുക്കുമ്പോൾ ആ മാക്കർ ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നു. നേരത്തെ കോൾ ചെയ്തില്ല, വിഷ്വൽ ബേസിക്കൽ കോൾ എന്നുള്ള ജസ്റ്റ് പ്രൊസീജിയർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കോൾ ഇന്ന പർട്ടിക്കുലർ മാക്രോനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ആ ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഷീറ്റ് എടുക്കുമ്പോൾ അത് അപ്പാടെ കോൾ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് എൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ കുറേ പ്രൊഡക്ഷനിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ ആൾക്കാർ കംപ്ലീറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഏകദേശം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ഫിനാൻസിലേക്ക് ആക്കുന്നു, ഡ്രാഗ് ചെയ്തിട്ട്. എന്നിട്ട് ഒരാൾ മാത്രം ജസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരാൾ മാത്രമേ ഇവിടെ വരും, ബാക്കി എല്ലാവരും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോയതല്ല, ആക്ച്വലി അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം. കാരണം നമുക്ക് ഇത് സൈഡ് എങ്ങനെ മനസ്സിലാവും, നമ്മൾ ഈ സൈഡിൽ പോയി നോക്കിയാൽ മതി. കണ്ടോ, ബാക്കിയുള്ളതൊന്നും ആക്റ്റീവ് ആകുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ ആളെ മാത്രമേ നമുക്കിവിടെ കാണിച്ചു തരുന്നുള്ളൂ. അത് ആ ഒരു മാക്രോനെ കണക്കായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അല്ലെങ്കിൽ വേറെയും പ്രൊസീജിയർ ഉണ്ട്, പക്ഷേ അതിൻ്റെ കോഡ് കുറച്ചും കൂടി വലിയ കോഡ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടി വരും. ഇതല്ലാത്ത പ്രൊസീജിയർ പറയുന്നുണ്ട്, അതിൻ്റെ കോഡ് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കോഡ് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൂട്ടുന്നു, ആൾക്കാരെ കൂട്ടുന്നു. ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് താഴേക്ക് എല്ലാവരും ഞാൻ ഫുൾ ആൾക്കാർ ഞാൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നു. ഈ ഫസ്റ്റത്തെ ആൾ ഒഴികെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി എല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്ത് പോകുന്നുണ്ടോ, കംപ്ലീറ്റ് ആൾക്കാർ എടുത്തേക്ക് പോകുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേറെയും മെത്തേഡ് ഉണ്ട്. അത് കുറച്ചും കൂടി കോഡും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. ഇനി വേറെയും ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. വേറെയും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ വേറെയും ഡിപ്പാർട്ട്മെൻറ്റ് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ എങ്കിൽ ആകെ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ അഡ്വാൻസ് ഫിൽറ്റർ എന്നുള്ള കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഫിൽറ്ററിന് ചുരുക്കം പറഞ്ഞാൽ അഡ്വാൻസ് ഫിൽറ്ററിന് നമ്മൾ വീണ്ടും കോൾ ചെയ്യുന്നു.
ഈ ഒരു മാക്രോ ഉപയോഗിച്ചിട്ട് അല്ല മാക്രോ ഉണ്ടാക്കുന്നു. അഡ്വാൻസ് ഫിൽറ്ററിന്റെ ഒരു മാക്രോ ഉണ്ടാക്കിയിട്ട് ആ ഒരു മാക്രോ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നു. ഈ ഷീറ്റ് എടുക്കും, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഷീറ്റ് എടുക്കും, ഓട്ടോമാറ്റിക്കായി കോൾ ചെയ്യുന്നു. അടുത്ത ഷീറ്റ് വേറെ ഉണ്ടാക്കുമ്പോൾ അതിന് കണക്കായിട്ട് അത് കോൾ ചെയ്യാം. ആ രീതിയിൽ പോവാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കും ഈ രീതിയിൽ. ഓക്കെ. അപ്പോൾ ഇനി ഫൈനലി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇത് മാക്രോ എനാബിൾഡ് ആക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ അത് വീണ്ടും ആ പ്രൊസീജിയർ വർക്ക് ചെയ്യില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതായത് ഫയൽ സേവ് ആയിട്ട് കൊടുക്കുമ്പോൾ സേവ് ആസ് കൊടുത്തിട്ട് ബ്രൗസ് കൊടുക്കും. എന്നിട്ട് ഈ ഒരു മാക്രോൺ സേവ് ചെയ്യുമ്പോൾ ഇവിടെ എക്സൽ മാക്രോ എനാബിൾഡ്, നമ്മൾ സാധാരണ ഇതിൽ ഡീഫോൾട്ടായിട്ട് എക്സൽ വർക്ക് ബുക്ക് അങ്ങനെ വരും. ഇവിടെ എക്സൽ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ രീതിയിൽ സേവ് ചെയ്യണ്ടേ. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ട് സേവ് കൊടുക്കും. അപ്പം ആ ഒരു മാക്രോ എനാബിൾഡ് കാര്യം തന്നെ സേവ് ചെയ്യണം. ഇവിടെ കണ്ടോ, അപ്പോൾ അതിന്റെ എംബ്ലത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടോ. സാധാരണ രീതിയിൽ ഈ രീതിയിലേ വരും. ഓക്കെ, പക്ഷെ ഇത് ഈ ഒരു മാക്രോ എനാബിൾഡ് ആക്കുമ്പോൾ ഈ ഒരു ഐക്കണിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കും, അത് കൃത്യമായിട്ട് അത് ചെയ്യാം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ വീണ്ടും അത് എടുക്കുമ്പോൾ ഈ ഒരു പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആവും. ഈ നമ്മൾ ചെയ്തു വെച്ച മാക്രോയും കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ മാക്രോ എനാബിൾ ആയിട്ട് തന്നെ സേവ് ചെയ്യണം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.